ഇന്ത്യക്കകത്ത് ആർട്ടിക്കിൾ 21 പറയുന്ന അന്തസ്സോടെയുള്ള ജീവിതം എന്ന് പറയുന്നത് മരണപ്പെട്ട ഒരു മനുഷ്യന് പോലും നമ്മൾ നൽകണമെന്നാണ് പറയാറുള്ളത്. ഇന്ത്യയിലെ സുപ്രധാനമായ നീതിപീഠങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് മരണപ്പെട്ട ഒരു ശരീരത്തിനോട് പോലും അന്തസ്സോടെ നമ്മൾ പെരുമാറണമെന്നാണ് പറഞ്ഞത്. ദൈനംദിനം പണിയെടുത്തുകൊണ്ട് വീടുകളിൽ തറ തുടച്ച് വൃത്തിയാക്കി ജോലി ചെയ്ത് ആ പണത്താൽ കുടുംബം പോറ്റുന്ന 2 പെൺമക്കളുള്ള ഒരു സ്ത്രീയോടാണ് ഇത്ര മോശമായിക്കൊണ്ട് അവളെ കള്ളിയാക്കിക്കൊണ്ട് ബാത്റൂമിൽ നിന്ന് വെള്ളം കുടിക്കാൻ പറഞ്ഞുകൊണ്ട് തറയിലിരുത്തിക്കൊണ്ട് ഈ നാട്ടിൽ കണ്ടുപോകരുതെന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ പോലീസ് പെരുമാറിയിട്ടുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കണം. മരിച്ചൊരു ശരീരത്തിന് കിട്ടുന്ന അന്തസ് പോലും ഈ സ്ത്രീയോട് അവർ കാണിച്ചിട്ടില്ലെന്നും അതിന് പിന്നിൽ കൃത്യമായ അവരുടെ ജാതീയമായ മനോഭാവമാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. നോക്കൂ, ഇവിടെ CPM പ്രതിനിധി ഒരുപക്ഷെ ഇത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം തന്നെ പറയുന്നു ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കരുതെന്ന്. ഇത്തരം സംഭവങ്ങൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് പാർശ്വവൽക്കൃത വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് നേരെ ഉണ്ടാവുന്ന ഹറാസ്മെന്റുകൾ അവസാനിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഡെലിക്വന്റ് ആയിട്ടുള്ള കുറ്റോരാപിതരായിട്ടുള്ള ഓഫീസർമാർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാവണം. അത് ഏതെങ്കിലും ഒരു സമയത്ത് ഇക്കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. വ്യക്തിപരമായി ഇടപെട്ട 2 കേസുകൾ മാത്രം മുന്നോട്ടേക്ക് വെക്കുകയാണ്. തെന്മേലെ രാജീവ് എന്ന് പറയുന്ന ദളിത് വിഭാഗത്തിലെ യുവാവിനെ കള്ളക്കേസിൽ കുടുക്കി കൈവിലങ്ങ് അണിയിച്ചുകൊണ്ട് സ്റ്റേഷന് മുന്നിൽ നിർത്തി 2 കള്ളക്കേസുകൾ അദ്ദേഹത്തിനെതിരെ എടുത്തു. എന്ത് നടപടിയാണ് ഈ സർക്കാർ സ്വീകരിച്ചത്? യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല, ആ ഉദ്യോഗസ്ഥർക്കെതിരെ ക്ലീൻ ചിറ്റ് നൽകുകയും ചെയ്തു. വളരെ കൃത്യമായ അവസാനം അവർക്ക് കൊടുത്ത ശിക്ഷ എന്ന് പറയുന്നത് ഹൈക്കോടതിയുടെ രൂക്ഷമായ വിമർശനത്തിനെ തുടർന്ന് 1 വർഷക്കാലത്തെ സാലറി ഇൻക്രിമെന്റ് കട്ട് ചെയ്യുക എന്ന മഹാശിക്ഷയാണ് ഈ പറയുന്ന സർക്കാർ അവർക്ക് നൽകിയിട്ടുണ്ടായിരുന്നത്. ഈ ഉദ്യോഗസ്ഥർക്കെതിരെ എടുത്തിട്ടുണ്ടായിരുന്ന SC/ST അട്രോസിറ്റി ആക്ട് പ്രകാരം എടുത്തിട്ടുണ്ടായിരുന്ന കേസിനകത്ത് റഫർ റിപ്പോർട്ടാണ് ഈ സർക്കാർ കൊടുത്തതെന്ന് നമ്മൾ തിരിച്ചറിയണം. തുടർന്ന് SC/ST കോടതിക്കകത്ത് പ്രൈവറ്റ് അന്യായം ഫയൽ ചെയ്തിട്ടാണ് ഇപ്പോൾ ആ ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുത്തത്. ഇത്തരത്തിൽ ഉദ്യോഗസ്ഥർക്ക് ക്ലീൻ ചിറ്റ് നൽകുന്ന, ഉദ്യോഗസ്ഥരെ രക്ഷിച്ചെടുക്കുന്ന ഒരു സംവിധാനം അവിടെ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് ബിന്ദുവിൻ്റേത് അവസാനത്തേതാകുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി പറ്റുന്നത്? ദേവിപ്രിയയുടെ കേസിൽ എന്താണ് സംഭവിച്ചത്? ആ ഉദ്യോഗസ്ഥരെ രക്ഷിക്കാൻ വേണ്ടി ഏത് അവസ്ഥ വരെ സർക്കാർ നിലനിന്നിട്ടുണ്ടായിരുന്നു? ആ കുട്ടിക്ക് കൊടുക്കേണ്ട കോമ്പൻസേഷനെ പോലും വളരെ കൃത്യമായി ആദ്യഘട്ടത്തിൽ എതിർത്തില്ലേ? എന്താണ് അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്ന ശിക്ഷ? 8 വയസ്സുകാരിയെ കള്ളിയാക്കി ചിത്രീകരിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്ക് കിട്ടിയ ശിക്ഷ എന്ന് പറയുന്നത് അവർക്ക് കുറച്ചുകൂടെ സൗകര്യമുള്ള ഒരു സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം കിട്ടി എന്നുള്ളതാണ് അവർക്ക് കിട്ടിയ ശിക്ഷ. 2 ആഴ്ച ബിഹേവിയറൽ ട്രെയിനിങ്ങിന് വിട്ടു എന്നുള്ളതാണ് അവർക്ക് കിട്ടിയ ശിക്ഷ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ കേരളത്തിൽ കഴിഞ്ഞ ഒരു 5 വർഷത്തിൽ നടന്ന പോലീസ് അട്രോസിറ്റി കേസുകൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഡെലിക്വന്റ് ആയിട്ടുള്ള പോലീസ് ഓഫീസേഴ്സിനെതിരെ നടപടി എടുക്കുന്നതിൽ ആഭ്യന്തര വകുപ്പ് പരാജയപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇവിടെ വളരെ കൃത്യമായി 16 ദിവസം എന്തിനാണ് ഈ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി അന്വേഷണം നടത്തേണ്ടി വന്നതെന്നുള്ളതിന് സർക്കാർ ഉത്തരം പറയേണ്ടതായിട്ടുണ്ട്. DK ബസു അടക്കമുള്ള ജോഗീന്ദർ സിംഗ് അടക്കമുള്ള സുപ്രീം കോടതിയുടെ ഉത്തരവുകൾ ലംഘിച്ച ആർട്ടിക്കിൾ 22 നഗ്നമായ വയലേഷൻ നടത്തിയ ഈ ഓഫീസർക്കെതിരെ നടപടി വരാൻ വേണ്ടി ഈ പറയുന്ന 16 ദിവസവും ഇന്ന് മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുന്നത് വരെ കാത്തു നിൽക്കേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു. സസ്പെൻഷൻ പെൻഡിംഗ് എൻക്വയറി നടത്തിക്കൂടായിരുന്നു? സസ്പെൻഷൻ എന്ന് പറയുന്നത് ഒരു പണിഷ്മെന്റ് അല്ല. വളരെ കൃത്യമായി ഈ ഉദ്യോഗസ്ഥർക്കെതിരെ ഇനി എന്ത് തരത്തിലുള്ള നടപടി എടുക്കുമെന്നാണ് SC/ST അട്രോസിറ്റി ആക്ട് പ്രകാരം കള്ളക്കേസ് ചുമത്തിയ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ അതിക്രമ നിയമപ്രകാരം കേസെടുക്കണം. നീലാവട്ടി ബേറ കേസിനകത്ത് അടക്കം പ്രീസിഡന്റ് ആയിക്കൊണ്ട് കൃത്യമായി ഡോക്ടർ മാളവിക ബിനി നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ ടോർട്ട് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ട് ഇവരുടെ അടുത്ത് നിന്ന് തന്നെ പൈസ വാങ്ങിച്ചുകൊണ്ട് നഷ്ടപരിഹാരം ഇവർക്ക് നൽകേണ്ടതായിട്ടുണ്ട്. ഇവരെ അനുഭവിക്കേണ്ടി വന്ന മാനസികമായിട്ടുള്ള ദുഃഖം എന്ന് പറയുന്നത് അത്ര വലുത് തന്നെയാണ്. ഈ പറയുന്ന DYSP സോജൻ വാളയാർ കേസിനകത്ത് സ്ഥാനക്കയറ്റമാണ് കിട്ടിയിട്ടുള്ളത്. തേഞ്ഞിപ്പാലം പോക്സോ കേസിൽ ഇരയെയും മാതാവിനെയും തുടർച്ചയായി അധിക്ഷേപിച്ച, ലൈംഗിക അധിക്ഷേപം നയിച്ച ഉദ്യോഗസ്ഥനും സ്ഥാനക്കയറ്റമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതാണോ നാം പറയുന്ന ഒരു നീതി നിർവഹണ സംവിധാനം ചെയ്തുകൊണ്ടിരിക്കേണ്ടത്? വളരെ കൃത്യമായി ഡെലിക്വന്റ് ഓഫീസേഴ്സിനോട് കാണിക്കുന്ന ഈ എമ്പതി യഥാർത്ഥത്തിൽ കാണിക്കേണ്ടത് ഇവിടുത്തെ പാർശ്വവൽക്കൃത സമൂഹങ്ങളിലെ വ്യക്തികളോടാണെന്നുള്ളത് സിസ്റ്റം കൃത്യമായി ഓർമ്മിക്കേണ്ടതുണ്ട്. ബുദ്ധ, ഞാൻ ആട്ടിൻകുട്ടി കല്ലേറ് കൊണ്ടിട്ട് എന്റെ കണ്ണുപോയി എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വീണ്ടും വന്ന് പ്രാർത്ഥിക്കേണ്ടത് ഈ പോലീസ് ഇടങ്ങളിലേക്കല്ല. അതുകൊണ്ട് കൃത്യമായി ഈ പറയുന്ന ജസ്റ്റിസ് സിസ്റ്റത്തിനകത്ത് കുറ്റാരോപിതരായ പോലീസുകാരെ സംരക്ഷിക്കുന്ന നടപടിയിൽ നിന്ന് ഈ സർക്കാർ പിന്നോട്ടേക്ക് പോയാൽ മാത്രമേ ഇനിയൊരു ബിന്ദുവിന്റെ കേസ് ഇവിടെ ആവർത്തിക്കാതിരിക്കുകയുള്ളൂ.